ഹായ് ഡ്യൂഡ്സ്, ടെക്കിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചാമ്പക്ക അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ചാമ്പക്ക നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ടാവും. ചാമ്പക്കന്മാരൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ചാമ്പക്ക നമ്മൾ പൊട്ടിച്ച് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഒട്ടും സമയം വേണ്ട, ലെറ്റ്സ് ഡു ഇറ്റ്. നമ്മുടെ ചാമ്പക്കമരം നോക്കുകയാണെങ്കിൽ തന്നെ എന്തോരം ചാമ്പയ്ക്കാന്നറിയോ, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, കാണാനായിട്ട് നല്ല രസമാണ്. ഇപ്പോൾ നമ്മൾ ചാമ്പയ്ക്ക് പൊട്ടിക്കാൻ പോകുന്ന ഈ പാത്രത്തിലാണ്, ഈ ഒരു പിങ്ക് പാത്രത്തിൽ. അതിൽ ഏകദേശം ഫുള്ള് നിറയ്ക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ നമ്മൾ ഓരോരോ ചാമ്പയ്ക്കയും പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്കൂടെ ഓരോരോ ചാമ്പയ്ക്കകൾ വീഴുന്നുണ്ട്, നല്ല രീതിയിൽ പഴുത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ നല്ല പഴുത്ത ചാമ്പയ്ക്ക നോക്കിയിട്ടാണ് നമ്മൾ ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചാമ്പയ്ക്ക് വൈൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കുറച്ചാൾ മുമ്പത്തെയാണ്, വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും, അതുപോലെ ഐ ടാബിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോരോ ചാമ്പയ്ക്ക് നമ്മൾ പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പഴുത്ത ചാമ്പയ്ക്ക് പൊട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുഴു ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പുഴു ഇല്ലാത്ത ചാമ്പയ്ക്കൊക്കെ നോക്കി നല്ലത് നോക്കി പൊട്ടിച്ചെടുക്കാം. നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഏകദേശം ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് ആ ഒരു പാത്രം മൊത്തമായിട്ട് തന്നെ ചാമ്പയ്ക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാമ്പയ്ക്ക. കണ്ടോ, നമ്മൾ ഏകദേശം ഒരു 1 കിലോന് മേലെ ഉണ്ട് ഈ ചാമ്പയ്ക്ക. നമുക്കിതെന്തായാലും കഴുകി ക്ലീൻ ചെയ്ത് ഇതിൻ്റെ പൂവൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചാമ്പയ്ക്ക നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ കണ്ടോ, നമ്മുടെ എല്ലാ ചാമ്പയ്ക്കും നമ്മളിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ഇതിലത്തെ പൂവും ഐറ്റംസൊക്കെ ഒന്ന് കളയാം. ജസ്റ്റ് ഒന്ന് ഓക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് പരിപാടികളൊക്കെയാണ്. അപ്പോൾ ചാമ്പയ്ക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതിൻ്റെ പൂക്കളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊട്ടയിൽ ഇങ്ങനെ വിലക്കി വയ്ക്കുകയാണ് വെള്ളം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ ചാമ്പയ്ക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളയാം കേട്ടോ. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേസാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, അതിൻ്റെ ഉള്ളിലത്തെ കുരുക്കൾ മാത്രം കളയാം. നമ്മൾ പൂവൊക്കെ മുമ്പേ നേരത്തെ കൂട്ടി കളഞ്ഞാലുകൊണ്ട് അത് കളയണ്ട, കുരുക്കളൊന്ന് ജസ്റ്റ് കളയാം. അങ്ങനെ എല്ലാ ചാമ്പയ്ക്കും നമുക്ക് കട്ട് ചെയ്യാം. സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് കുരുക്കളൊക്കെ നീക്കി ക്ലീൻ ആക്കാം. ചിലതിൻ്റെ ഉള്ളിൽ കുരുക്കളൊന്നും ഇല്ല കേട്ടോ, ചിലതിൻ്റെ ഉള്ളിലൊക്കെ കുരുവൊന്നും ഇല്ല, ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെന്തായാലും ശ്രദ്ധിച്ചോളൂ, ഇതിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും നോക്കുക ചാമ്പയ്ക്ക് ക്ലീൻ ആണോ, അതുപോലെ പുഴുക്കളൊക്കെ ഉണ്ടോ, ശരിക്കും ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക. ഇപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക് നമ്മൾ ഫുള്ളി എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് വരുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കണ്ടോ, എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി നമ്മുടെ ചാമ്പയ്ക്ക് അച്ചാറിക്കുള്ള പണികൾ നോക്കാം. ഹായ് ഓൾ, അപ്പോൾ നമ്മൾ നമ്മുടെ ചാമ്പയ്ക്ക് അച്ചാറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാമ്പയ്ക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയുന്നില്ല, നമുക്ക് ഓരോന്നോരോന്ന് ഇതിലേക്കിടുമ്പോൾ അറിയാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ സ്റ്റൗ ഒന്ന് കത്തിക്കുകയാണ്. ഓക്കെ സ്റ്റൗ നമ്മൾ കത്തിച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇടാം. ഓക്കെ, മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇടാം. നമ്മൾ എന്നിട്ട് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ ആട്ടോ. ഉണ്ടോ, നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കണേ. നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചേക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാം. നല്ല ചൂടായിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ലോയിലിടാൻ നല്ലോണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇടേണ്ടത് കടുകാണ്. കടുക് പൊട്ടിക്കണം തന്നെ. കടുക് കണ്ടോ, നമ്മളൊരു ഏകദേശം ഒരു സ്പൂണൊക്കെയാണ് കടുക് എടുത്തതാണ്. കടുക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഞ്ചി കണ്ടോ, ഏകദേശം ഒരു ടീസ്പൂൺ ഇഞ്ചി വരുന്നുണ്ട്. ഇഞ്ചി അതുപോലെ മൊത്തമായിട്ട് ഇടാം കേട്ടോ. ഓക്കെ, ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. വെളുത്തുള്ളി കണ്ടോ, ഏകദേശം ഒരു 2 ടീസ്പൂൺ 3 ടീസ്പൂൺ വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അളവ് നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ക്വാണ്ടിറ്റി അനുസരിച്ച് മാറ്റാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ കുത്ത് ആ ഒരു സ്മെല്ലൊന്ന് പോകണം, അതുവരെ നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് സെറ്റപ്പാക്കി എടുക്കാം. ചെറിയൊരു ബ്രൗണിഷ് കളർ വരുന്നത് വരെ ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഇതിൻ്റെ പരിപാടി ഏകദേശം ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളകിൽ ചേർക്കാം കേട്ടോ. ഏകദേശം ആവട്ടെ, ആവണുള്ളൂ.
അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഉണ്ടോ, ഏകദേശം 2 ടീസ്പൂൺ പച്ചമുളക് നമ്മൾ എടുത്തേക്കുന്നത്. ക്വാണ്ടിറ്റി നിങ്ങളുടെ അനുസരിച്ചിട്ടോ, നിങ്ങൾ എന്തോരം എടുക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. പച്ചമുളകും കാറ്റ് വരുന്ന കാരണം കൊണ്ട് ചെറുതായിട്ട് തീയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, നല്ലോണം ഒന്ന് ഇതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഇത്തിരി ടൈം പിടിക്കും, ഒരു 4-5 മിനിറ്റ് ഒന്നും ഇങ്ങനെ ഇടുക. മുരിഞ്ഞ് പരിവായി വരുന്നുണ്ട് ആശാന്മാരൊക്കെ. നമ്മുടെ കടുകും ഐറ്റംസൊക്കെ പൊട്ടിയാണ്. നമ്മുടെ ഇനി ഉലുവ ഇടാനായിട്ടുണ്ട്. ഉലുവ ഏകദേശം ഒരു സ്പൂൺ എടുത്തിട്ടില്ല, 1 സ്പൂൺ സംതിങ് എടുത്തിട്ടേക്കണം. അപ്പോൾ ഉലുവും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ട് ശരിയാക്കാം. ഉലുവ ഇടുമ്പോൾ നല്ല സ്മെല്ല് വരും കേട്ടോ. ഉലുവയൊക്കെ ഇടുകയാണെങ്കിൽ നല്ല അടിപൊളി സ്മെല്ല് വരും. സ്മെല്ലും ആ ഒരു ടേസ്റ്റ് തന്നെ മാറും. അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉലുവയൊക്കെ ഇടുന്നത്. നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മുടെ മുളക് പൊടി, അടുത്തതായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമുക്കൊന്ന് ലോയിലിടാം, സിമ്മിലാക്കിയിടാം. ഓക്കെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോവും. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് സെറ്റായാൽ മതി. ഇതൊന്ന് വല്ലാണ്ടതായി കഴിഞ്ഞാൽ കരിയാനുള്ള ചാൻസ് വരും. കുറച്ച് ഉപ്പും കൂടി ഇടാം നമുക്ക്. കണ്ടോ, ഉപ്പ് ഒക്കെ ഇടാം. ഇട്ടൊന്ന് നല്ല രീതിയിൽ ഇളക്കുക. അപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും സ്മെല്ല് വരുന്നുണ്ട് നല്ലോണം. നമുക്ക് അടുത്തതായിട്ട് വേഗം തന്നെ നമ്മുടെ ചാമ്പയ്ക്ക ഉണ്ടോ, ചാമ്പയ്ക്ക നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഓക്കെ കുറച്ച് ചാമ്പയ്ക്ക ഇടാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏറ്റവും ലോല് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. നമുക്കിപ്പോൾ വെള്ളത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ചൊറുക്ക ഏകദേശം ഒരു അളവനുസരിച്ച് ഒഴിക്കാം കേട്ടോ. അത് തെങ്ങിൻ ചുറുക്കയാണ്, തെങ്ങിൻ ചുറുക്ക ഏകദേശം ഇട്ട് കൊടുക്കുക. ശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കാം. കുറച്ചും കൂടി വലിയ പാത്രം എടുക്കണതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നമ്മൾ ചെറിയ പാത്രം എടുത്തപ്പോൾ മൊത്തത്തിൽ നമുക്ക് ചാമ്പയ്ക്ക് ഇടാൻ പറ്റിയില്ല, കുറേ ബുദ്ധിമുട്ടൊക്കെ തോന്നി. കുറച്ചുകൂടി വലിയ പാത്രത്തിൽ ചെയ്യാനായിട്ട് പ്രത്യേകം നോക്കുക. കുറച്ച് നേരം കൂടി ഇരുന്നോട്ടെ കേട്ടോ, ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ ഏകദേശം നമ്മുടെ ചാമ്പയ്ക്ക് ഒന്ന് സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കായപ്പൊടി കുറച്ച് ചേർക്കാം. നല്ല സ്മെല്ലായിരിക്കും. കുറച്ചും കൂടി ആയിട്ടായാലും മതി, എന്നാലും ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ചേർക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട്. നല്ല സ്മെല്ലും പിന്നെ ആ ടേസ്റ്റ് തന്നെ മൊത്തത്തിലൊന്ന് മാറും. അങ്ങനെ വരുമ്പോൾ നമുക്കിനി വേപ്പിൻ്റെ ഇല ചേർത്തിട്ടുണ്ടായില്ല, കുറച്ച് വേപ്പിൻ്റെ ഇലയ്ക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്മെല്ലും ഒക്കെ അടിപൊളിയായിട്ട് വന്നോളും. ഓക്കെ, നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ കായപ്പൊടിയുടെയും വേപ്പിലയുടെയും ഇഞ്ചിയും എല്ലാം ആ അച്ചാറിൻ്റേതായ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, വേപ്പിലകളൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അച്ചാർ ഇവിടെ റെഡിയാവാണ്. അപ്പോൾ നമ്മുടെ ചാമ്പക്ക അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ നമുക്കിനി ഇതെന്തായാലും കുറച്ച് നേരം ഇങ്ങനെ വെക്കാം കേട്ടോ, സ്റ്റൗവിൽ തന്നെ കുറച്ച് നേരം വെക്കാം. അപ്പോഴും ഒന്ന് സെറ്റ് ആവുള്ളൂ. ചൂടൊക്കെ ഉണ്ട്. ഇനി ഏതെങ്കിലും ചാമ്പയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റാവാത്തുണ്ടെങ്കിൽ അതിലൊക്കെ പിടിച്ച് സെറ്റായിക്കോളും. അതിൽ ഭൂരിഭാഗം എല്ലാം ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു വിധത്തിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക അച്ചാറിൻ്റെ പരിപാടികളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ചാമ്പയ്ക്ക അച്ചാറും കാണണമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വെയിലൊക്കെ നല്ലോണം വരുന്നുണ്ട്. ബൈ.